കേരള ബി.ജെ.പിയിൽ ഗ്രൂപ്പ് ഇല്ലാതാക്കാനായി സംസ്ഥാന അധ്യക്ഷ പദത്തിലെത്തിയ രാജീവ് ചന്ദ്രശേഖർ തന്നെ ഒരു ഗ്രൂപ്പിന്റെ ഭാഗമായതാണ് ഭാരവാഹി പട്ടികയിൽ വ്യക്തമാകുന്നത്. പി.കെ. കൃഷ്ണദാസ് പക്ഷത്തിന് ഭാരവാഹിത്വത്തിൽ വ്യക്തമായ മേൽക്കൈ. വി. മുരളീധര പക്ഷത്തെ പാടെ വെട്ടി ഒഴിവാക്കി. അധ്യക്ഷ പദവി ഏറ്റെടുത്ത് 3 മാസത്തിന് ശേഷം രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന ഭാരവാഹികളെ പ്രഖ്യാപിച്ചപ്പോൾ ബി.ജെ.പിയിലെ ഗ്രൂപ്പിസം ശക്തിപ്പെടുന്ന ലക്ഷണമാണ്. പാർട്ടിയെ ചലിപ്പിക്കുന്ന 4 ജനറൽ സെക്രട്ടറി പദവികളിലേക്ക് 2 പുതുമുഖങ്ങളാണ്. സംസ്ഥാന സെക്രട്ടറിയായിരുന്ന എസ് സുരേഷും യുവമോർച്ച ദേശീയ നേതൃത്വത്തിൽ നിന്നെത്തിയ അനൂപ് ആന്റണിയും. 2 പേരും രാജീവ് ചന്ദ്രശേഖറിന്റെ വിശ്വസ്തർ. മറ്റൊരു വിശ്വസ്തൻ പി.സി. ജോർജിന്റെ മകൻ ഷോൺ ജോർജിനെ വൈസ് പ്രസിഡന്റാക്കി ഉയർത്തുകയും ചെയ്തു. ഞാൻ ഈ പ്രസ്ഥാനത്തിൽ വന്നിട്ട് 20 വർഷത്തിൽ മുകളിലായി. അപ്പം അതുകൊണ്ട് തന്നെയും ഇതിൻ്റെ ഗൗരവവും ഇതിൻ്റെ പ്രാധാന്യവും എല്ലാം നന്നായിട്ട് അറിയുന്ന, ഇതിൻ്റെ ഉത്തരവാദിത്ത ബോധവും എല്ലാം നന്നായിട്ട് അറിയുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. തെരഞ്ഞെടുപ്പുകളിലെ പ്രവർത്തന മികവ് എസ് സുരേഷിനെ സ്വീകാര്യനാക്കി. ഞാൻ ഒന്നും പ്രതീക്ഷിച്ചല്ല പ്രവർത്തിക്കുന്നത്. സംഘടനയെ ഏൽപ്പിക്കുന്ന ചുമതലകളിൽ കഴിവിൻ്റെ പരമാവധി ഭംഗിയായിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു കീഴ്വഴക്കം. പി.കെ. കൃഷ്ണദാസ് പക്ഷത്തെ എം.ടി. രമേശിന് വീണ്ടും ജനറൽ സെക്രട്ടറി പദം നൽകി. കഴിഞ്ഞ തവണ വൈസ് പ്രസിഡന്റായിരുന്ന ശോഭാ സുരേന്ദ്രനെ കൂടി ജനറൽ സെക്രട്ടറി ആക്കിയത് പ്രവർത്തന പരിചയമുള്ളവരെ കൂടെ നിർത്താനാണ്. എന്നാൽ വി. മുരളീധര പക്ഷത്തെ ഒരാളെ പോലും ജനറൽ സെക്രട്ടറി ആക്കാതെ വെട്ടി ഒഴിവാക്കി. ജനറൽ സെക്രട്ടറിമാരായിരുന്ന പി. സുധീറിനെയും എസ്. കൃഷ്ണകുമാറിനെയും വൈസ് പ്രസിഡന്റുമാരാക്കി. സ്വാഭാവികമായും കോർ കമ്മിറ്റിയിൽ നിന്ന് 2 പേരും ഒഴിവാക്കപ്പെടും. പാർട്ടി എന്താണ് ഏൽപ്പിക്കുന്നത് ചെയ്യുക എന്നുള്ളതാണ്. ഓരോ സമയത്ത് ഓരോ കാര്യങ്ങൾ ഏൽപ്പിക്കും, അത്രയുള്ളൂ. ഭാരവാഹി പട്ടിക പുറത്തു വന്നതിന് പിന്നാലെ വി. മുരളീധര പക്ഷത്തെ അമർഷം ഒളിഞ്ഞും തെളിഞ്ഞും പുറത്തു വരികയാണ്. വരും ദിവസങ്ങളിൽ പാർട്ടിക്കുള്ളിലെ ഗ്രൂപ്പ് പോര് പുതിയ തലത്തിലേക്ക് വികസിക്കും. പല പരിഗണനകൾ നോക്കുന്ന സമയത്ത് ഒരു നമ്പറിന്റെ കണക്കണ്ട നമ്പറിനകത്ത് വെച്ച് നിശ്ചയിക്കുമ്പോൾ സ്വാഭാവികം ചില ആളുകൾ ഒഴിവാക്കപ്പെടുമെന്നത്. 10 വൈസ് പ്രസിഡന്റുമാർ ഉള്ളതിൽ മുരളീധര പക്ഷത്ത് നിന്ന് 2 പേർ മാത്രം. കൃഷ്ണദാസ് പക്ഷത്തിന് മൃഗീയ ആധിപത്യമാണ്. എന്നാൽ കൃഷ്ണദാസ് പക്ഷത്തെ എൻ രാധാകൃഷ്ണനെയും ഒഴിവാക്കിയെന്നാണ് ന്യായമായി പറയുന്നത്. കെ. സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷനായിരുന്നപ്പോൾ ബി.ജെ.പിയിൽ എത്തിച്ച ആർ. ശ്രീലേഖ IPSന് വൈസ് പ്രസിഡന്റ് സ്ഥാനം നൽകി. ആകെയുള്ള 10 സംസ്ഥാന സെക്രട്ടറിമാരിൽ വി. മുരളീധര പക്ഷത്തിന് നൽകിയത് 1 മാത്രം. വി. രാജേഷിനാണ് സെക്രട്ടറി പദം കിട്ടിയത്. ബാക്കി മുഴുവൻ കൃഷ്ണദാസ് പക്ഷത്തിന്. കഴിഞ്ഞ തവണ ഭാരവാഹികളായിരുന്ന വി. മുരളീധര പക്ഷത്തെ പ്രധാന നേതാക്കളായ പി. രഘുനാഥ്, സി. ശിവൻകുട്ടി, KVS ഹരിദാസ്, നാരായണൻ നമ്പൂതിരി എന്നിവർക്ക് ഒരു സ്ഥാനവും നൽകാതെ ഒഴിവാക്കി. അമർഷം പുകയുകയാണ്. കൂടാതെ വനിതാ പ്രാതിനിധ്യം 6 പേരിൽ നിന്ന് 4 കുറഞ്ഞതും വളർത്തിക്കൊണ്ടുവന്ന പല യുവ നേതാക്കളെയും ഒഴിവാക്കിയതും അതൃപ്തി ശക്തമാക്കുന്നു. ഒരു ഗ്രൂപ്പിന്റെയും ഭാഗമല്ലാതിരുന്ന രാജീവ് ചന്ദ്രശേഖറിന്റെ ചീഫ് ഇലക്ഷൻ ഏജന്റായിരുന്ന മുതിർന്ന നേതാവ് JR പത്മകുമാറിനും ഒരു സ്ഥാനമാനവും നൽകിയില്ല. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.